പ്രകാശമുള്ളപ്പോൾ നാം അറിയുന്ന 1000 സത്യങ്ങൾ ഇരുട്ടിന്റെ മറവിൽ നാം അറിയുന്ന ഒരു സത്യത്തിന് തുല്യമാണ്. ഇരുട്ടിന്റെ മറവിൽ 330 കോടി പല ശക്തികളെയും നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ സയൻസിന്റെ ഇരുണ്ട കോണിൽ മറഞ്ഞിരിക്കുന്ന ചില ശക്തികളെയും ചിലവർ അന്വേഷിച്ചു പോകുന്നു. മനുഷ്യ മനസ്സിന് ഇന്നും കീഴടക്കാനാവാത്ത കുറേയധികം സയൻസിനോടൊപ്പം എന്നും മനുഷ്യ മനസ്സിൽ ക്യൂരിയോസിറ്റി ഉണർത്തിയ ഫാക്ടാണ് ടൈം ട്രാവൽ. 2025 കാലഘട്ടത്തിൽ ഇതാ ടൈം ട്രാവലിൽ ഒരു പുതിയ കഥ. ടൈം ട്രാവൽ യഥാർത്ഥമോ അതോ പണ്ടാരോ കെട്ടിച്ചമച്ച കഥയിലെ പുനർകഥയോ? കാണാം ഫോറൻസിക്സിലൂടെ. പണ്ട് ഏറ്റവും ഭയത്തോടുകൂടി ഉച്ചകൊറിച്ച് മുത്തശ്ശിമാർ തന്റെ പേരക്കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തിരുന്ന ചാത്തന്റെയും മാടന്റെയും മുടിയന്റെയും കഥകൾ ഇന്ന് AI വളരെ ലാഘവത്തോടുകൂടി ടൈം ട്രാവലും സയൻസ് ഫിക്ഷനുമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കുന്നു. പേടി ക്യൂരിയോസിറ്റി ആയി എന്ന് മാറിയോ അന്നു മുതല് നമ്മളുടെ തലമുറകളും ജനതകളും കൺഫ്യൂഷനിലാണ്. ജോൺ എഫ് കെനഡി എയർപോർട്ടിൽ അഥവാ JFK എയർപോർട്ടിൽ ഒരു പ്രായമുള്ള വൃദ്ധയായ സ്ത്രീ വരികയാണ്. സാധാരണ തരത്തിലുള്ള ഡ്രസ്സിംഗ്, വളരെ ആഡംബരം സൂചിപ്പിക്കുന്നതായി ഒന്നും തന്നെയില്ല. വളരെ ലാഘവത്തോടുകൂടി അവരവരുടെ പാസ്പോർട്ട് ചെക്ക് ഇൻ കൗണ്ടറിൽ കൊടുക്കുകയാണ്. പാസ്പോർട്ട് എടുത്ത ഉദ്യോഗസ്ഥൻ അമ്പരന്ന് പോകുകയാണ്. കാരണം അങ്ങനെയൊരു സ്ഥലം, ലോക മാപ്പിൽ അങ്ങനെയൊരു സ്ഥലം ഇതുവരെ അദ്ദേഹം കണ്ടിട്ടില്ല. ടൊറൻസ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചിലവർ കേട്ടിട്ടുണ്ടാവും, ചിലവർക്ക് പഴയൊരു കേസ് ഓർമ്മയും വന്നിട്ടുണ്ടാകും. വരാം നമുക്കതിലേക്ക്. ടൊറൻസ എന്നുള്ള പാസ്പോർട്ടിനെ വെട്ടിക്കീറി സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ കേട്ട് കേൾവി പോലും ഇല്ലാത്ത പല രാജ്യങ്ങളുടെ സ്റ്റാമ്പുകളും മൈക്രോ ചിപ്പും എല്ലാം ആ പാസ്പോർട്ടിൽ എങ്ങനെ സാധിച്ചു? വൃദ്ധയായി ഭയത്തോടുകൂടിയും പേടിയോടുകൂടിയും കൺഫ്യൂഷനോടുകൂടിയും ആകാംക്ഷയോടുകൂടിയും അവിടെയുള്ളവർ നോക്കി തുടങ്ങി. എന്തോ പന്തികേട് മണത്ത വൃദ്ധയായ സ്ത്രീ, ഇത് അമേരിക്കയാണോ? അതേലോ, ഇത് അമേരിക്കയാണ് എന്ന് അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥ പറഞ്ഞു. അമേരിക്കയോ? താൻ ഭൂലോകത്തിന്റെ വേറേതോ കോണിൽ എത്തിപ്പെട്ട ഒരു അമ്പരപ്പോടുകൂടി അവർ, ഇതെന്റെ ലോകമല്ല. കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കായി അവരെ മറ്റൊരു മുറിയിലേക്ക് ഇരുത്തുന്നു. സിനിമയിലും ഫിക്ഷനിലും കാണുന്നത് പോലെ ഒരു ക്യാമറ ഗ്ലിച്ചോടുകൂടി അവർ അപ്രതീക്ഷിതയാവുന്നു. കേൾക്കുമ്പോൾ ചില മനസ്സുകളെ ത്രസിപ്പിച്ചും ചില മനസ്സുകളെ ഭയപ്പെടുത്തിയും ചില മനസ്സുകളെ അയ്യോ ഇതൊക്കെ എന്ത് വെറും കെട്ടുകഥ എന്ന റിയാലിറ്റി അടിച്ചുകൊണ്ടും ഈ കഥ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഭയങ്കര കോമൺ ആണ്. 4ൽ 1 റീല് ഇതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ടൊറൻസ എന്ന രാജ്യമുണ്ടോ? ഉണ്ടായിക്കൂടെ? 1954 ടോററ്റ് എന്നൊരു രാജ്യമുണ്ടായിരുന്നെങ്കിൽ 25 ടൊറൻസ ഉണ്ടായിക്കൂടെ? എന്തുകൊണ്ടുണ്ടാവാൻ പാടില്ല. കാരണം 1954 ടോററ്റ് വെറും ഒരു കെട്ടുകഥയായിരുന്നു. അത് വെറും ഒരു ഫേക്ക് പാസ്പോർട്ടും അങ്ങനെ ഒരു സംഭവം നടത്തിയത് ഒരു അസല കോൺമാനുമായിരുന്നു. അതിൽ നിന്നും ഇൻസ്പിറേഷൻ കൊണ്ടിതാ വീണ്ടും ഒരു വാർത്ത കൂടി. പ്രമുഖ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ ഇങ്ങനൊരു വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. സയൻസിന്റെ ഇരുട്ടിന്റെ കോണിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നവർ പറയും, സയൻസ് നെവർ റെക്കോർഡ്സ് ദീസ് തിങ്സ് ആൻഡ് ദി അതോറിറ്റീസ് നെവർ പബ്ലിഷ് ദീസ്. എന്നാൽ ഞങ്ങൾ പറയും, ഞങ്ങൾ എന്നല്ല ഇന്നത്തെ സമൂഹം പറയും, AI. ഇതിന്റെ പേര് AI. ഇനി അറിയാൻ ഇത്ര കഥകൾ ബാക്കിയുണ്ട്.
ഇന്ന് നാം അറിയുന്ന സത്യം ഇന്നലെ മറ്റൊരാൾ അറിഞ്ഞിരുന്നു. നാളെ മറ്റൊരാൾ അറിയുന്ന സത്യം ഇന്ന് ആരെങ്കിലും അറിഞ്ഞിരുന്നു. കാണാം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ നിൽക്കണം.